നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് LDFന് ഭരണം നഷ്ടപ്പെടും എന്ന് ഏതാണ്ട് എല്ലാവരും ഉൾക്കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി പുറത്തു വന്നതോടുകൂടി LDF അധികാരത്തിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ് എന്ന സൂചനകൾ കിട്ടിത്തുടങ്ങിയിരുന്നു. മാത്രമല്ല UDF ഭരണത്തിലേറാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയുമാണ്. 10 വർഷം കയ്യിലിരുന്ന ഭരണം നഷ്ടമാകുന്നതോടുകൂടി പിണറായി വിജയൻ ലക്കും ലഗാനുമില്ലാതെ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് IAS ഉദ്യോഗസ്ഥനായ N പ്രശാന്തിൻ്റെ സസ്പെൻഷൻ. ഇന്ന് രാവിലെ ഒരു സസ്പെൻഷൻ കൂടി N പ്രശാന്തിന് നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നോട്ടീസും മറ്റുമൊക്കെ നൽകുന്ന ഇത് നമ്മൾ കണ്ടതാണ്. അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടൊക്കെയാണ് ഇത്തരത്തിലൊരു നോട്ടീസ് കഴിഞ്ഞ ദിവസം നൽകിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് സസ്പെൻഷൻ ഓർഡർ പുറത്തിറങ്ങിയത്. 8 തവണയാണ് N പ്രശാന്തിന് സസ്പെൻഷൻ ലഭിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഒരു അച്ചടക്ക നടപടി N പ്രശാന്തിനെതിരെ ഉയർത്തിയിരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ 1.5 വർഷമായി സർവീസിൽ നിന്നും സസ്പെൻഷനിലായി മാറി നിൽക്കുന്ന വ്യക്തി കൂടിയാണ് N പ്രശാന്ത്. ഈ സാഹചര്യത്തിൽ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള റിവ്യൂ കമ്മിറ്റി യോഗം ചേരാനിരിക്കെയാണ് വീണ്ടും മറ്റൊരു സസ്പെൻഷൻ കൂടി N പ്രശാന്തിന് നൽകുന്നത്. സർക്കാരിനെതിരെ സർക്കാരിൻ്റെ അനുമതിയില്ലാതെ മാധ്യമങ്ങളോട് സംസാരിച്ചു എന്നതാണ് N പ്രശാന്തിനെതിരെ വീണ്ടും ഉയർത്തിയിരിക്കുന്ന ആരോപണം. ഈ ആരോപണത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ അച്ചടക്ക നടപടി എടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ ചീഫ് സെക്രട്ടറി A ജയതിലകുമായി N പ്രശാന്ത് കൊമ്പുകോർത്തിരുന്നു. ജയതിലകുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ നിരവധി ആരോപണങ്ങൾ N പ്രശാന്ത് വെളിച്ചത്ത് കൊണ്ടുവന്നിരുന്നു. നിരവധി അഴിമതി കഥകൾ കേരളത്തിലെ ജനങ്ങളോട് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് N പ്രശാന്തിന് നേരത്തെ അച്ചടക്ക നടപടികൾ നേരിടേണ്ടി വന്നതും ഇപ്പോഴും അച്ചടക്ക നടപടികൾ തുടരുന്നതും. നമുക്കറിയാം, ഏപ്രിൽ 9 കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നത്. കേരളത്തിൻ്റെ ജനവിധി എന്താണ് എന്ന് കേരളത്തിലെ ജനത എഴുതി കഴിഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലം നാളെ പുറത്തു വരാനിരിക്കുകയാണ്. അതേസമയം തന്നെ എക്സിറ്റ് പോളുകൾ പറയുന്നത് ഈ സർക്കാർ പുറത്തു പോകുമെന്നാണ്. എന്ന് പറഞ്ഞാൽ തിരസ്കരിക്കപ്പെട്ട ഒരു സർക്കാർ, 9-ാം തീയതി തന്നെ തിരസ്കരിക്കപ്പെട്ട ഒരു സർക്കാരാണ്. ഇന്നിപ്പോൾ മെയ് മാസം 3-ാം തീയതി, കഴിഞ്ഞ മാസം 9-ാം തീയതി തന്നെ ജനങ്ങളാൽ തിരസ്കരിക്കപ്പെട്ട ഒരു സർക്കാർ ഇന്നിപ്പോൾ മെയ് മാസം 3-ാം തീയതി ഇതാ ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ അടിച്ചു കൊടുത്തതിന് ശേഷം ഇതാ ഇറങ്ങിപ്പോകാൻ നോക്കുന്നു. പോകുന്ന പോക്കിൽ ചെയ്യാവുന്ന ഡാമേജുകളെല്ലാം പിണറായി വിരുദ്ധർക്കെതിരെ ചെയ്യുക എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ അവസാനത്തെ അടവ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ B അശോകിനെതിരെ, മറ്റൊരു മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ B അശോകിനെതിരെ ഇത്തരത്തിലൊരു അച്ചടക്ക നടപടി ഉണ്ടാവുകയും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാൽ അതും ഇതേ കുറ്റത്തിന് തന്നെയാണ്. സർക്കാരിനെതിരെ സർക്കാരിൻ്റെ അനുമതിയില്ലാതെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് B അശോകിനെതിരെ അച്ചടക്ക നടപടിയെടുത്തതും സസ്പെൻഡ് ചെയ്തതും. അതിനുശേഷം അതീവ ഗുരുതരമായ ആരോപണങ്ങൾ മാധ്യമങ്ങളിലൂടെ B അശോക് ഉന്നയിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ഇത്രയധികം നാണം കെട്ട ഒരു സർക്കാർ ഇതിനു മുമ്പ് കേരളത്തിൽ തൻ്റെ സർവീസ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് B അശോക് അതിനുശേഷം, അതായത് ഈ അച്ചടക്ക നടപടി വന്നതിന് ശേഷം മാധ്യമങ്ങളോട് തുറന്നടിച്ചത്. സർക്കാരിനെതിരെ പറയാൻ പാടില്ല എന്ന ഒരു താക്കീത് കൊണ്ടാണ് ഈ സസ്പെൻഷൻ നൽകിയത്. എന്നാൽ തെല്ലും ഭയമില്ലാതെ അനീതിക്കെതിരെയും അക്രമങ്ങൾക്കെതിരെയും B അശോക് ജനങ്ങളോട് തുറന്നു പറയുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത്. നവകേരള സദസ്സ് എന്ന പേരിൽ ഈ സർക്കാർ ഇവിടെ കാട്ടിക്കൂട്ടിയ വൃത്തികേടുകളെല്ലാം അദ്ദേഹം ഒരു ചാനൽ ചർച്ചയ്ക്കിടെ തുറന്നു പറഞ്ഞത് കേരളം കൗതുകത്തോടു കൂടിയാണ് കേട്ടത്. എന്ന് പറഞ്ഞാൽ മന്ത്രിമാർക്ക്, മുഖ്യമന്ത്രിക്കും മന്ത്രിസഭാംഗങ്ങൾക്കുമെല്ലാം ഓരോ ജില്ലയിലും പോകുമ്പോൾ മൃഷ്ടാന്ന ഭോജനം ഒരുക്കാനായി ആ ജില്ലയിലെ കോറിക്കാരിൽ നിന്നും, അബ്കാരികളിൽ നിന്നും, മയക്കുമരുന്ന് കച്ചവടക്കാരിൽ നിന്നുമൊക്കെ പിരിവെടുത്തിട്ടാണ് വളരെയധികം സംഭവബഹുലമായ അല്ലെങ്കിൽ വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കിയിരുന്നത് എന്ന വിവരം, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം ഉത്തരവായി ജില്ലാ കളക്ടർമാർക്ക് നൽകിയിരുന്നു എന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയത്. രാവിലെ പാലിൽ കുതിർത്ത അണ്ടിപ്പരിപ്പ് നൽകുന്നത് മുതൽ വൈകുന്നേരം അത്താഴം നൽകുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇത്തരം പിരിവെടുത്ത പണം കൊണ്ട് ചെയ്തു കൊടുക്കണം എന്ന് കളക്ടർമാർക്ക് ഈ മന്ത്രിസഭ നിർദ്ദേശം നൽകിയത്രേ. മാത്രമല്ല, അത്താഴം വരെയുള്ള
കാര്യങ്ങളിൽ ഒതുക്കിയത് നന്നായി എന്നും അദ്ദേഹം പറയുന്നു. അതായത് അതിരൂക്ഷമായ വിമർശനമാണ്. ബി അശോകിനെതിരെ അച്ചടക്ക നടപടി എടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം അത്ര കണ്ട് വിവരങ്ങളൊന്നും സർക്കാരിനെതിരെ പറഞ്ഞിരുന്നില്ല. ചില വിവാദ വിഷയങ്ങളിൽ അദ്ദേഹം പ്രതികരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സസ്പെൻഷൻ നടപടി വന്നതിന് ശേഷം അദ്ദേഹം അതിരൂക്ഷമായ വിമർശനം തന്നെ സർക്കാരിനെതിരെ നടത്തിയിരുന്നു. എൻ പ്രശാന്തിൻ്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. അതായത് എൻ പ്രശാന്ത് അച്ചടക്കം ലംഘിക്കുന്നുവെന്ന് പറഞ്ഞ് ആദ്യം അച്ചടക്ക നടപടി എടുക്കുന്നു, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു. സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥൻ സർക്കാരിനെതിരെ വീണ്ടും തുറന്നടിക്കുന്ന കാഴ്ചയാണ്. എത്രയെത്ര അഴിമതി കഥകളാണ് ഈ രണ്ട് IAS ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതിലൂടെ കേരളം അറിഞ്ഞത് എന്ന് നമ്മൾ കാണണം. പിണറായി വിജയനോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപേക്ഷ, ഇനിയും മണിക്കൂറുകളുണ്ട്. നാളെ ഏതാണ്ട് വൈകുന്നേരത്തോടു കൂടി മാത്രമേ ഫലമറിയാൻ സാധിക്കൂ. അതിനു മുമ്പ് താങ്കളെ വിമർശിച്ചിട്ടുള്ള, താങ്കൾക്കെതിരായി നിലപാടുകൾ എടുത്തിട്ടുള്ള എല്ലാ IAS ഉദ്യോഗസ്ഥന്മാരെയും IPS ഉദ്യോഗസ്ഥന്മാരെയും താങ്കൾ സസ്പെൻഡ് ചെയ്താൽ കൊള്ളാം എന്നൊരു പക്ഷേ കേരള ജനത പറഞ്ഞേക്കും. അങ്ങനെ സസ്പെൻഡ് ചെയ്യുമ്പോൾ അവരെല്ലാവരും ഈ മന്ത്രിസഭയുടെ ഇത്തരത്തിലുള്ള കെടുകാര്യസ്ഥതയും ഇത്തരത്തിലുള്ള വൃത്തികെട്ട കാര്യങ്ങളുമെല്ലാം അവർ ജനങ്ങളോട് വിളിച്ചു പറയുമെന്നുള്ളത് കൊണ്ട് തന്നെ കഴിയുമെങ്കിൽ പരമാവധി ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തോളൂ പിണറായി വിജയ എന്നാണ് കേരളത്തിലെ ജനങ്ങൾ പറയുന്നതത്രേ. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട IAS ഉദ്യോഗസ്ഥന് കൂടി സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നു. ഈ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാധ്യമങ്ങളോട് സർക്കാരിൻ്റെ അനുമതിയില്ലാതെ പ്രതികരിച്ചത് കൊണ്ടാണ്. 1.5 വർഷമായി സസ്പെൻഷനിലുള്ള വ്യക്തിക്കാണ് ആ സസ്പെൻഷന് മേൽ ഒരു റിവ്യൂ കമ്മിറ്റി യോഗം ചേരാനിരിക്കെയാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു സസ്പെൻഷൻ പ്രശാന്തിന് എതിരെ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലും പ്രധാനപ്പെട്ട കാര്യം, പോകുന്ന പോക്കിലാണ് പിണറായി വിജയൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടുന്നത് എന്നതാണ്. ജയതിലകിനെതിരെ, ചീഫ് സെക്രട്ടറി ജയതിലകിനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് എൻ പ്രശാന്ത് നേരത്തെ ഉന്നയിച്ചിരുന്നത്. ആ ആരോപണങ്ങൾ നിലനിൽക്കെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ കടുങ്കൈ എന്ന രീതിയിൽ വീണ്ടും ഒരു സസ്പെൻഷൻ എൻ പ്രശാന്തിന് നൽകിയിരിക്കുന്നത്. അധികാരം കൈവിട്ടു പോകുന്നതിൻ്റെ എല്ലാ വൈഷമ്യവും ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ പ്രകടവുമാണ്.